ഹായ് ഫ്രണ്ട്സ്, ടോപ്പ് സ്ക്രൈബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഈദ് മുബാറക്ക് എന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. അതിനു മുമ്പ് ടോപ്പ് സ്ക്രൈബ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ വിവിധ തരം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഡിസൈൻ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസുമാണ് പരിചയപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ന്യൂ പേജ് എടുക്കുകയാണ്. ഫയലിൽ ന്യൂ എന്ന ഓപ്ഷനിലോ കൺട്രോൾ എന്ന് നോക്കിയിട്ടോ വിഡ്ത്ത് 2500, ഹൈറ്റ് 1000, റെസൊല്യൂഷൻ 300, കളർ മോഡ് RGB കളർ എന്നിങ്ങനെയുള്ള ഒരു പേജാണ് എടുക്കുന്നത്. തന്നെ ഓക്കെ കൊടുക്കുക. ആദ്യം നമുക്ക് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം ന്യൂ ലെയർ ഇടുകയാണ്. ഒരു ന്യൂ ലെയർ ഇട്ടിട്ടുണ്ട്. ഇനി ഗ്രേഡിയൻറ്റ് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള കളർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഈ കളർ തന്നെയാണ് ഇടുന്നത്. കൂടുതൽ റോസ് വരുന്ന രീതിയിൽ, പിങ്ക് വരുന്ന രീതിയിലാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഏകദേശം ഈ രീതിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി ലെയർ എടുക്കാൻ ഞാൻ കൺട്രോൾ J നോക്കിയിട്ട് ഒരു കോപ്പി ലെയറും കൂടി എടുത്തിട്ടുണ്ട്. ദെൻ കൺട്രോൾ T നോക്കിയിട്ട് അതൊന്ന് ട്രാൻസ്ഫോം ചെയ്യാം. ദെൻ നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഏകദേശം 4 സൈഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി ഈ ലെയറിൻ്റെ ലെയർ സ്റ്റൈലിൽ പോകണം. അതിനായിട്ട് ഡബിൾ ക്ലിക്ക് നിൽക്കുക. ദെൻ ഇതിൽ പാറ്റേൺ ഓവർലേ എന്നത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു പാറ്റേൺ കൊടുക്കുകയാണ്. അതിന് ഞാൻ ഈ പാറ്റേൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ പാറ്റേൺ ഞാൻ ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഒരു 200, 202 സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു 24 സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനൊരു സ്ട്രോക്ക് കൊടുക്കുകയാണ്. ഞാനൊരു യെല്ലോ ഷാഡോ ഉള്ള ഒരു യെല്ലോ കളറിലുള്ള ഒരു സ്ട്രോക്കാണ് കൊടുക്കുന്നത്. ദെൻ നമുക്ക് ഓക്കെ കൊടുക്കാം. 3 സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടെക്സ്റ്റ് എഴുതാം. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് എഴുതാണ്. ആരാണ് ഉള്ളത് ഉള്ള ഒരു ടെക്സ്റ്റാണ്. ടോപ്പ് സ്ക്രൈബ് എന്ന ഇതാണ്. ഇവിടെ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു വൈറ്റ് കളറിലാക്കിയിട്ട് ഒരു സൈഡിൽ അത് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്കുള്ള ഇമേജസ് കൊണ്ടുവരാം. ഞാനിവിടെ കൺട്രോൾ O നോക്കിയിട്ട് കൺട്രോൾ O അല്ലെങ്കിൽ ഫയലിൽ ഓപ്പണിൽ പോയിട്ടോ നമുക്ക് ഫയൽ സെലക്ട് ചെയ്യാം. ഞാൻ ആദ്യം ഈ ഒരു ഫയലും അതേപോലെ തന്നെ ഈ ഒരു ഫയലുമാണ് കൊണ്ടുവരുന്നത്. കുറച്ച് ബാക്ക്ഗ്രൗണ്ടും അതേപോലെ വെക്ടർ പാറ്റേണൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ലിങ്ക്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. ഞാനിത് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഹൊറിസോണ്ടൽ ചെയ്യാണ്. അതിന് ആയിട്ട് കൺട്രോൾ T നോക്കി ട്രാൻസ്ഫോം വരുത്തി ലെയറിന്. ദെൻ റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന ഓപ്ഷന് നിൽക്കുക. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഇതിൽ ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു മറ്റേ ഇമേജും കൊണ്ടുവന്ന് വെക്കാം. ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഇമേജ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഈദ് മുബാറക്ക് എന്ന ടെക്സ്റ്റ് കൊണ്ടുവരാം. ഞാനത് ഇവിടെ ഉള്ള യൂസ് ചെയ്തിട്ടുള്ള ഒരു PNG ഫയലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു 3-4 PNG ഫയൽസ്, അത് അറബിയാണോ ഇംഗ്ലീഷോ ആണോ അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു PNG ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതാണ് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലെയർ സ്റ്റൈലിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് വെക്കുക. ലെയറിനെ ഡബിൾ ക്ലിക്ക് വെക്കിയാണ്ട് അതിൻ്റെ ലെയർ സ്റ്റൈലിൽ പോകാം. ദെൻ ഒരു ഗ്രേഡിയൻ്റ് ഓവർലേ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു യെല്ലോ ഓറഞ്ച് വരുന്നൊരു ഗ്രേഡിയൻ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റൈൽ ഞാൻ റേഡിയൽ ആക്കിയിട്ടുണ്ട്. സ്കെയില് 150 ആക്കിയിട്ടുണ്ട്.
ഒപ്പാസിറ്റി 100 ആണ്. ദെൻ ഓക്കെ കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ഷാഡോ വേണ്ടിയവർക്ക് ഡ്രോപ്പ് ഷാഡോ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ദെൻ ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ലെയറിൻ്റെ ലെയർ സ്റ്റൈലിൽ പോയിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. കളർ ഓവർലേയിൽ പോയിട്ട് നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്യാം. ഇതിന് ഈ സൈഡിൽ വൈറ്റിൽ നമുക്ക് കൊടുക്കാൻ കഴിയും, വൈറ്റ് ചെയ്യാം. അതേപോലെ യെല്ലോയിൽ നമുക്ക് യോജിക്കും. അതേപോലെ നമുക്ക് ലൈറ്റ് ബ്ലൂവിൽ അവിടെ യോജിക്കുന്നതാണ്. നമുക്ക് വേണ്ടിയ നിറം ഏതാണ് ആ നിറം കൊടുക്കുക. വൈറ്റ് ആണെങ്കിലും ഒന്ന് ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുത്താൽ തന്നെ ലൈറ്റ് ബ്ലൂവിൻ്റെ എഫക്റ്റിലേക്ക് കുറച്ച് വരും, കാരണം അടിയിൽ ബ്ലൂ ആയതുകൊണ്ട്. ദെൻ നമുക്കിത് ഓക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സെൻറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ആയി നോക്കിയിട്ട് സെൻറ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. കൺട്രോൾ ഡി നോക്കി സെലക്ഷൻ ഒഴിവാക്കാം. അതേപോലെ ഇതിൻ്റെ ഫൗണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റേഞ്ച് ഇറ്റാലിക് എന്ന ഫൗണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫൗണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ പോസ്റ്റർ ഉണ്ടാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.